ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. ഓക്കെ, ഒരുമിച്ച് വായിക്കാം. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്ന് അടയാളപ്പെടുത്തിയിടണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് പരിശുദ്ധിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആ ജീവിതത്തിന്റെ സ്റ്റേജ് നമ്പർ 2, നമ്മുടെ വളർച്ചയുടെ 2-ാമത്തെ ഒരു പടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ പാപിയായിരിക്കാം, ഞാൻ വീണ് കിടക്കായിരിക്കാം, ഞാൻ തകർന്ന് തളർന്ന് ബ്രോക്കണായിട്ട് കിടക്കായിരിക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഐഡന്റിറ്റി ഞാൻ പാപിയാണെന്നുള്ളതല്ല. ഞാൻ പാപിയാണെങ്കിലും എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ കാലമുണ്ടെങ്കിലും, എനിക്ക് ചില കെട്ട ഓർമ്മകളുണ്ടെങ്കിലും, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, എൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഞാൻ മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന, അടച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങളുണ്ടെങ്കിലും, ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാൻ ഈശോ ഒത്തിരി ക്ഷമിച്ചിട്ടും ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എൻ്റെ ഐഡന്റിറ്റി ഇതാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഐഡന്റിറ്റി അതാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.